സോ റിവ്യൂലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോട് ഒരു കാര്യം ചോദിക്കാം. കാരണം ഒട്ടുമിക്ക ഭൂരിഭാഗം നമ്മളിൽ പല ആൾക്കാരെങ്കിലും കേട്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് ഇത്രയും കാലം കഴിഞ്ഞ് പഠിപ്പൊക്കെ കഴിഞ്ഞ് നിനക്ക് പുറത്ത് പോയി കൂടി എന്തെങ്കിലും പണി നോക്കാൻ എന്നുള്ളൊരു കാര്യമൊക്കെ പറയാം നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്കാണ് നമ്മൾ നോക്കിയാൽ ഒത്തിരി ഒത്തിരി അടുത്തൊരു ഇതുണ്ട്. അതായത് നമ്മൾ ജോലി ചെയ്യുന്നത് പുറത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പുറത്തൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര വലിയൊരു കാര്യമാണെന്ന് ഒത്തിരി ആൾക്കാർ പറയുന്നല്ല നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം പൊതുവേ നമ്മുടെ നൈബേഴ്സ് അല്ലെങ്കിൽ കസിൻസ് റിലേറ്റീവ്സ് ഒക്കെ വന്ന് ചോദിക്കും, മോൻ എവിടെയാ? മോൻ പുറത്താ. ഈ ഒരു ടേം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്നുള്ളൊരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ അവരാരും ആലോചിക്കുന്നില്ല പുറത്ത് ഈ ചെക്കൻ പോയിട്ട് പ്ലേറ്റ് കഴുകുവാണോ അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ നിൽക്കുവാണോ എന്നുള്ളൊരു കാര്യമൊന്നും ആരും ആലോചിക്കുന്നില്ല. ഇവിടെ മാന്യമായിട്ട് ഡെയിലി ജോലിക്ക് പോകുന്ന ഒരാളെക്കാളും വില പുറത്ത് പ്ലേറ്റ് കഴുകാൻ നിൽക്കുന്നവർക്ക് ഉണ്ടാവും. ഞാൻ അവരെ വിമർശിക്കുകയും കാര്യങ്ങളൊന്നുമല്ല. കാരണം ഇതാണ് നമ്മുടെ സൊസൈറ്റി, ഇതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. ആൻഡ് ഇവിടെയാണ് നമ്മുടെ രാജ്കുമാർ ഹിറാനി ഡൺകി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഈ ഡൺകിയുടെ ഏറ്റവും വലിയൊരു സോഷ്യൽ മെസ്സേജും ഇത് തന്നെയാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ റിവ്യൂയിലേക്ക് കിടക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു 100% ഫാമിലി മൂവിയാണെന്നുള്ളൊരു കാര്യം നമുക്ക് അതായത് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതെനിക്ക് തീർത്ത് പറയാനും സാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൾച്ചറിൽ ചേഞ്ച് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒത്തിരിയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാളും കൂടുതൽ കാശ് കിട്ടുന്ന ജോലികളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും ഇതറിയില്ല. എല്ലാവർക്കും ആ കൂടെയുള്ള ഒരേ ഒരു എയിം എന്താണ്? ഓക്കെ, പഠിത്തം കഴിഞ്ഞ് ഇനി എങ്ങനെയെങ്കിലും എനിക്ക് ദുബായി പോകണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എനിക്ക് അമേരിക്കയിൽ പോകണം, കുറേ കാശുണ്ടാക്കി തിരിച്ചു വരണം, NRI. അത് നമ്മുടെ GDP വളർത്തില്ല. അത് കൂടാതെ തന്നെ ഒത്തിരിയധികം ആൾക്കാർക്കും അറിയില്ല നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യവും ആർക്കും അറിയില്ല. ഇതിനെ എടുത്തു കാണിക്കാൻ വേണ്ടി തന്നെയാണ് രാജ്കുമാർ ഹിറാനി ഈ സിനിമ ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു സോഷ്യൽ മെസ്സേജ് നല്ല രീതിയിൽ തന്നെ ഈ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരനെ കൺവിൻസ് ചെയ്യാനും അല്ലെങ്കിൽ കൺവെയിൻ ചെയ്യാനും പുള്ളിക്കാരന് സാധിച്ചിട്ടുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഷാറൂഖിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഡൺകിയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. ഓക്കെ, ചെറിയൊരു കാര്യം കൂടി ചോദിച്ചുകൊണ്ടാണ് നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ എത്ര പേര് ഇപ്പോൾ കറന്റ് IELTS പോയിക്കൊണ്ടിരിക്കുകയാണ്? നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാത്തവരെയാണ്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലത്തെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാത്തവരെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ ഈ സിനിമയ്ക്കകത്ത് നമ്മളെ കുറേയധികം ഇല്ലീഗൽ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ജേർണി തന്നെയാണ് ഈ ഒരു സിനിമയുടെ കോർ കൺസെപ്റ്റ് അവർ നമ്മളെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് രാജ്കുമാർ ഹിറാനി വളരെ സൂപ്പറായിട്ട് തന്നെ അത് ആവിഷ്കരിച്ചിട്ടുമുണ്ട്. സോ ഇനി ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു കോറിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ഒരു സിനിമ സലാർ കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇത്രയാണ് നിങ്ങളോട് ഞാൻ പറയുള്ളൂ. സലാർ ഓക്കെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ സലാർ സിനിമ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് അതൊരു മാസ് ആക്ഷൻ ഫിലിമാണ് ആ ഒരു രീതിയിലുള്ള ഓഡിയൻസിന്. പക്ഷെ അത് വെച്ച് നമുക്ക് ഒരിക്കലും ഡങ്കിയെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഡങ്കി ഒരു വളരെയധികം എന്താ പറയുക ഒരു സോഷ്യൽ മെസ്സേജ് തരുന്നതും ഒരു ചെറിയൊരു പടവും അത് കൂടാതെ തന്നെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഈ നമ്മുടെ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ട് എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ മാത്ത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും കടന്നു പോകും എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാനാണ് സത്യം പറഞ്ഞാൽ രാജ്കുമാർ ഹിറാനി ഈ ഒരു സിനിമയിൽ കൂടി പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് അത് വളരെ സൂപ്പറായിട്ട് തന്നെ പുള്ളിക്കാരനെ ഡയറക്റ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സോ എന്താണെങ്കിലും ഈ ഒരു രണ്ട് സിനിമ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ തന്നെയും ഒരിക്കലും രണ്ട് സിനിമയും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഈ സത്യം പറഞ്ഞാൽ ജവാൻ VS സലാർ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണെങ്കിലും രണ്ടും ഒരു മാസ് ഫിലിമാണ്, അങ്ങനെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ എന്താണെങ്കിലും നിങ്ങൾ സലാർ കണ്ടു കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമ കാണുവാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. അതായത് നിങ്ങൾ രണ്ട് സിനിമയും കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് സിനിമയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളൊരു കാര്യം ഞാൻ ഇത്രയും പറയുള്ളൂ. രണ്ട് സിനിമയും പോയി കാണുക എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുള്ളൂ. അത് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് എന്തായാലും എടുത്ത് പറയാം, ഡയറക്ഷൻ ഒരു രക്ഷയില്ലാത്ത ഡയറക്ഷൻ തന്നെയാണ് നമുക്കിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ആ ഒരു ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം അല്ലെങ്കിൽ നമ്മളാണെന്ന് നമുക്ക് തോന്നിപ്പോവും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനാണെന്ന് നമുക്ക് തോന്നിപ്പോവും ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോഴും. കാരണം അത്രയധികം രീതിയിൽ റിലേറ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടേഴ്സിനെയാണ് രാജ്കുമാർ ഹിറാനി ഈ ഒരു സിനിമയിൽ നമ്മളെ കാണിച്ചു തന്നേക്കണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ സ്റ്റോറി ടെല്ലിങ്ങും ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു
പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ സ്ക്രീൻ പ്ലേയെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ഒരു കാര്യം എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ക്രീൻ പ്ലേ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും വളരെ സൂപ്പറായിട്ട് തന്നെ അവർക്ക് ആവിഷ്കരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമയ്ക്ക് 2 ഫേസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു 2 ഫേസസിലേക്ക് നമുക്ക് പോകാം. കാരണം ഫിലിമിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, അതുകൂടാതെ കുറേയധികം രീതിയിൽ ആ സമയത്ത് സംഭവിക്കുന്ന കോമഡീസ്, ഇതെല്ലാം തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയുടെ ഫേസ് 1 നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സൂപ്പറായിട്ട് തന്നെ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ, നിങ്ങൾ ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നമുക്ക് ഈ ഒരു സിനിമയിൽ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഫേസ് 2, അതായത് ഒരു സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്കുമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ റിയാലിറ്റി എന്താണ്, എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു സത്യാവസ്ഥ ഈ ഒരു സിനിമയിൽ കൂടി അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം ഏതൊരു വ്യക്തിയാണെങ്കിലും പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും കുറേ എന്താ പറയുക എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ആ എക്സ്പെക്റ്റേഷനൊക്കെ നമുക്ക് പുറത്ത് പോയാൽ ലഭിക്കുമോ, എന്തായിരിക്കും ശരിക്കും സത്യാവസ്ഥ നമുക്ക് പുറത്തു പോയാൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പുള്ളിക്കാരന് സൂപ്പറായിട്ട് തന്നെ ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിന് നമ്മൾ നല്ലൊരു കയ്യടി കൊടുക്കേണ്ടത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ അറിവിൽ തന്നെ എൻ്റെ പല ഫ്രണ്ട്സും ഇതേപോലെ പോയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് സത്യം പറഞ്ഞ ഈ സിനിമയിൽ കൂടിയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം ഈ ഒരു ഡയറക്ടർ നമ്മളെ കാണിച്ചു തരാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ആണ്. പിന്നെ ഇമോഷണൽ, എനിക്കൊന്നും അതിനെക്കുറിച്ച് എനിക്ക് പറയാനില്ല. സിനിമ നല്ല രീതിയിൽ തന്നെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സിനിമയും കൂടി തന്നെയാണ്. ഈ സിനിമ നിങ്ങളെ ചിരിപ്പിക്കുകയും ചെയ്യിക്കും, അതുകൂടാതെ തന്നെ ഈ ഒരു സിനിമ നിങ്ങളെ കരയിപ്പിക്കുകയും ചെയ്യും. ആൻഡ് ആ ഒരു 2 എലമെൻറ്റ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു കാര്യം മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ക്യാരക്ടേഴ്സിലേക്ക് പോയിക്കുന്ന ആദ്യം തന്നെ എടുത്ത് പറയേണ്ട കാര്യം നമ്മുടെ കിങ് ഖാനെ കുറിച്ച് തന്നെയാണ്. ഷാറൂഖ് ഖാൻ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ എന്നുള്ളൊരു കാര്യം ഞാൻ ഇത്രയേ പറയുള്ളൂ. ഈ വർഷം നമുക്ക് 3 സിനിമയാണ് ഷാറൂഖിൻ്റെ കിട്ടിയത്. പത്താൻ ആദ്യം കിട്ടി, പിന്നെ ജവാൻ, ഇപ്പോൾ ഡൺകി. ആൻഡ് ഈ ഒരു പത്താനിലും ജവാനിലേക്ക് നമ്മൾ SRKയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസ് ആക്ഷൻ ഹീറോ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കൂടുതലും നമുക്ക് ഈ 2 സിനിമയിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അത്യാവശ്യം ആക്ടിങ്ങിൽ നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റിയതായിട്ട് എനിക്ക് ഈ 2 സിനിമയിൽ എനിക്ക് തോന്നിയില്ല. കാരണം ആ 2 സിനിമയ്ക്ക് ആക്ടിങ് അത്രത്തോളം എന്താ പറയുക ആവശ്യമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് കൂടുതൽ ആക്ഷൻ മാസ് പടങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ 2 പടം വെച്ച് നമ്മൾ നോക്കണേ ഏറ്റവും കൂടുതൽ ആക്ടിങ് ഈ വർഷം ഷാറൂഖ് ഖാൻ ചെയ്ത സിനിമ ഏതാണെന്ന് വെച്ചാൽ അതിതാണ്. കാരണം ഷാറൂഖ് എത്ര കിടിലനായിട്ടുള്ളൊരു ആക്ടറാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഡൺകി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര പൊട്ടൻഷ്യൽ ഉള്ളൊരു ആക്ടറാണെന്നുള്ളൊരു കാര്യങ്ങളെല്ലാം തന്നെ. കാരണം അത്രയും കിടിലനായിട്ടുള്ളൊരു ആക്ടിങ് തന്നെയാണ് ഷാറൂഖിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ട തപസ്യയെക്കുറിച്ച് തന്നെയാണ്. തപസ്യ എൻ്റെ വൺ ഓഫ് ഒരു ഫേവറേറ്റ് ആക്ട്രസ് കൂടി തന്നെയാണ്. ഇതിനകത്ത് ഷാറൂഖ് ആയിട്ടുള്ള ഡൈനാമിക്സും കാര്യങ്ങളും എല്ലാം തന്നെയാണെങ്കിലും പുള്ളിക്കാരി വളരെ കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വിക്കി കുശാൽ, എൻ്റെ പൊന്നോ, പുള്ളിക്കാരനാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹാർട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കിടിലനായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് വിക്കി കുശാലിൽ നിന്ന് കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തന്നെ ചില സീൻസിനകത്തൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ ഷാറൂഖിനേക്കാളും ഓവറായിട്ട് പെർഫോം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ വിക്കി കുശാലായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും ഷാറൂഖിന് ആ ഒരു കരിഷ്മയുണ്ട്, അതുകൊണ്ട് അത് ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെ വിക്കി കുശാൽ ഒരു കിടിലനായിട്ടുള്ളൊരു സപ്പോർട്ടിങ് കാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത്രയും നല്ല പെർഫോമൻസ് ആണ് വിക്കിയുടെ ഭാഗത്ത് നമുക്ക് എന്താണ് ലഭിച്ചിട്ടുള്ളത്. സോ ഓവറോൾ എൻറ്റയർ കാസ്റ്റ് ആണെങ്കിലും അതുകൂടാതെ തന്നെ മൂവിയുടെ സെറ്റിങ് കുറേയധികം നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള കുറേയധികം കാര്യങ്ങൾ പൂജ മറ്റത് അതായത് ഇതിനു വേണ്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി പൂജ ചെയ്യുന്നു, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ രാജ്കുമാർ ഹിറാനി ഇതിനകത്ത് നമ്മളെ കാണിച്ചു തരാനും ശ്രമിച്ചിട്ടുണ്ട്. ഇതേപോലെ കുറേയധികം സൂപ്പർസിഷൻസ് അതേപോലത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ എന്താണ് നമ്മളെ കാണിച്ചു തരാനും ശ്രമിച്ചിട്ടുണ്ട്. അത് സൂപ്പറായിട്ട് തന്നെ പുള്ളിക്കാരന് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആകെ കൂടി എനിക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരേ ഒരു എന്താ പറയണ്ട വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് പടമല്ല. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേയധികം അതായത് ആവശ്യമില്ലാതെ കുറേ ആക്ഷൻസ് കുത്തിക്കേണ്ട കാര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതിനകത്ത് ഷാറൂഖിൻ്റെ കുറച്ച് ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ആക്ഷൻ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഷാറൂഖിൻ്റെ ആക്ഷനും മാസും കാണണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പത്താൻ അല്ലെങ്കിൽ ജവാൻ കണ്ടാൽ മതി. അതിന് വേണ്ടി ഒരിക്കലും ഡങ്കിയിലേക്ക് പോകരുത്. കാരണം ഡങ്കി തികച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. സോ അതിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്ന് മാത്രം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ ചില അടുത്ത് കുറച്ചും കൂടി ഡയലോഗ്സ് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു കൂടി എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഈ സിനിമയുടെ നെഗറ്റീവ് സൈഡിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്നാലും ഈ ഒരു നെഗറ്റീവ് ജസ്റ്റ് ഒരു മൈന്യൂട്ട് മാത്രമാണ്.
ഓവറോൾ ഈ ഒരു സിനിമ ഒരു കിഡിലനായിട്ടുള്ളൊരു ഫാമിലി ഓറിയന്റഡ് സിനിമ തന്നെയാണ്. സോ ഇതെല്ലാം തന്നെയാണ് എനിക്ക് പുതിയ SRKയുടെ ഡങ്കി സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നോട് ചോദിക്കണേ ഞാൻ ഈ ഒരു സിനിമയ്ക്ക് ഒരു ഫൈനൽ റേറ്റിംഗ് കൊടുക്കുന്നത് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 8 ഔട്ട് ഓഫ് 10 തന്നെ എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നല്ലൊരു സോഷ്യൽ മെസ്സേജ് എന്താണെങ്കിലും രാജ്കുമാർ ഹിറാനിക്ക് ഈ ഒരു സിനിമയിൽ കൂടി തരാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഡൗട്ട് നിങ്ങൾക്ക് എന്താണ് ഉണ്ടാവും, അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയായിട്ടുള്ള മുന്ന ബൈ അതുകൂടാതെ 3 ഇഡിയറ്റ്സിനേക്കാളും ഒക്കെ നല്ല പടമാണോ എന്ന് ചോദിച്ചാൽ അതായിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു രീതിയിൽ നമ്മൾ നോക്കിയാലും. പക്ഷേ എന്നിരുന്നാലും രാജ്കുമാർ ഹിറാനി ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ഒരു സൂപ്പർ പടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഡങ്കി എന്നുള്ളൊരു കാര്യം എനിക്ക് തീർത്ത് പറയാൻ സാധിക്കും. കാരണം അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു റോളർ കോസ്റ്റർ റൈഡ് ആയിട്ടാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ സലാർ ഫാൻസിന് വേണ്ടി മാത്രം ഞാൻ ചോദിക്കുകയാണ്, ഈ പടത്തിനെ സലാർ ബീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത നമ്മൾ സലാറിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും ഡങ്കി ഈ സിനിമയെ ബീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. സോ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.